ശമീകമുനിയുടെ പുത്രനായ ശൃംഗി തക്ഷകനാൽ 7-ാം ദിവസം പരീക്ഷിത്ത് രാജാവിന് മരണം സംഭവിക്കുമെന്നു പറഞ്ഞ ശാപവചനം അറിഞ്ഞ പരീക്ഷിത്ത് രാജാവ് മറ്റുള്ള എല്ലാറ്റിനേക്കാൾ അത്യന്തം ഉത്കൃഷ്ടമുള്ള കൃത്യം ശ്രീകൃഷ്ണ ഭഗവാന്റെ പാദപത്മത്തെ സേവിച്ച് ശരീരത്തെ ഉപേക്ഷിക്കുന്നത് തന്നെയാണെന്ന് തീർച്ചപ്പെടുത്തി ഗംഗാതീരത്തിൽ പ്രായോപവേശം ചെയ്തു. ആ സമയത്ത് അവിടെ എത്തിച്ചേർന്ന ശുകബ്രഹ്മർഷിയോട് മരണം അടുത്തിരിക്കുന്ന ഒരുവൻ സർവാത്മന ചെയ്യേണ്ട പ്രവൃത്തി എന്താണെന്ന് ചോദിക്കുന്ന രാജാവിന് ശുകമഹർഷി ശ്രീകൃഷ്ണൻ്റെ ലീലാവതാര കഥകൾ സംക്ഷേപിച്ച് പറഞ്ഞു കൊടുക്കുന്നു. പരീക്ഷിത്ത് രാജാവിൻ്റെ സർപ്പദംശഭീതിയെ തീർക്കാനായി അവസാനം ഉപദേശിക്കുന്നതാണ് ഭാഗവതത്തിൻ്റെ സത്തായ ബ്രഹ്മോപദേശം. ശ്രീമദ് ഭാഗവതത്തിലെ 12 സ്കന്ധത്തിലെ 5-ാം അധ്യായത്തിൽ 1 മുതൽ 13 വരെയുള്ള ശ്ലോകങ്ങളാണ് ബ്രഹ്മോപദേശം. ബ്രഹ്മോപദേശത്തിൻ്റെ ഓരോ ശ്ലോകത്തിൻ്റെയും അർത്ഥം പറയാം. 1-ാമത്തെ ശ്ലോകം. ശ്രീ ശുക ഉവാച. അത്ര്യാനുവർണ്ണതേ ഭീഷ്ണം വിശ്വാത്മാ ഭഗവാൻ ഹരിഃ യസ്യ പ്രസാദചോ ബ്രഹ്മ രുദ്രാക്രോധസമുദ്ഭവഃ. ശ്രീ ശുകമഹർഷി പരീക്ഷിത്തിനോട് പറഞ്ഞു, പരീക്ഷിത്തെ, ഈ ഭാഗവതത്തിൽ ഇതുവരെ ഞാൻ അങ്ങേക്ക് വർണ്ണിച്ചു തന്നത് വിശ്വാത്മാവായ ശ്രീഹരിയെയാണ്. ആ ഭഗവാന്റെ പ്രസാദത്തിൽ നിന്നാണ് സൃഷ്ടികർത്താവായ ബ്രഹ്മാവുണ്ടാകുന്നത്. ക്രോധത്തിൽ നിന്ന് സംഹാരകർത്താവായ രുദ്രദേവനും ജനിച്ചു. വിശ്വാത്മാവായ ഭഗവാനെ ഞാൻ വീണ്ടും വീണ്ടും വർണ്ണിച്ചു തന്നത് അങ്ങേക്ക് ഭക്തി ഉണ്ടാകുവാനാണ്. ഭക്തി കൊണ്ട് ശുദ്ധമായി തീർന്ന മനസ്സുകൊണ്ടേ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ അങ്ങേക്ക് മനസ്സിലാവുകയുള്ളൂ. 2-ാമത്തെ ശ്ലോകം. ത്വം തു രാജന്മരിഷ്യേതി പശുബുദ്ധിമിമാം ജഹി ന ജാത പ്രാഗഭൂതോദ്യ ദേഹവത്വം നനങ്ഷസി. ഹേ രാജൻ, അങ്ങ് മരിക്കുമെന്നുള്ള വിചാരത്തെ വിട്ടുകളയുക. ദേഹത്തിനെയും ആത്മാവിനെയും വേർതിരിച്ചറിയാത്ത മൃഗപ്രായന്മാരും പ്രാകൃതന്മാരുമായ ശരീരാഭിമാനികളാണ് ശരീരം മരിക്കുമ്പോൾ താൻ മരിക്കുമെന്ന് വിചാരിക്കുന്നത്. അങ്ങ് മരിക്കുകയില്ല. എന്തുകൊണ്ടെന്നാൽ മുമ്പില്ലാതിരിക്കെ യാതൊന്നുണ്ടാകുന്നുവോ അത് നശിക്കും. അങ്ങനെ ഉണ്ടായത് ദേഹമാകുന്നു. ആ ദേഹം നശിക്കും. അങ്ങാകട്ടെ ആ ദേഹം ഉണ്ടാവുന്നതിനും മുമ്പ് തന്നെ ഉള്ളവനാകയാൽ ഈ ദേഹം നശിക്കുന്നതോടുകൂടി നശിക്കുകയില്ല. 3-ാമത്തെ ശ്ലോകം. ന ഭവിഷ്യസി ഭൂത്വാ ത്വം പുത്രപൗത്രാദിരൂപവാൻ ബീജാങ്കുരവദേഹാദേർ വ്യതിരിക്തോ യഥാനലഃ. ഒരു വിത്തിൽ നിന്ന് വൃക്ഷവും വൃക്ഷത്തിൽ നിന്ന് അനേക വിത്തുകളും എന്ന പോലെ അങ്ങൊരിക്കൽ ശരീരമായി ജനിച്ച് പുത്രപൗത്രാദി പരമ്പരയിൽ കൂടെ വളരാനും പോകുന്നില്ല. ബീജാങ്കുരന്യായം ശരീരത്തിനല്ലാതെ ആത്മാവിനുള്ളതല്ല. അഗ്നി വിറകിൽ നിന്നും ഭിന്നമായിരിക്കുന്നതുപോലെ ആത്മസ്വരൂപനായ അങ്ങ് ശരീരാദികളിൽ നിന്നും വേറിട്ടിരിക്കുന്നവനാകുന്നു. 4-ാമത്തെ ശ്ലോകം. സ്വപ്നേ യഥാ ശിരശ്ഛേദം പഞ്ചത്വാധ്യാത്മനഃ സ്വയം യസ്മാത് പശ്യതി ദേഹസ്യ തത ആത്മാ ഹ്യജോമരഃ. ഒരുവൻ സ്വപ്നത്തിൽ തൻ്റെ തല മുറിച്ചതായും മരിച്ചതായും കാണുന്നുണ്ടെങ്കിലും ഉണർന്നെഴുന്നേറ്റാൽ അത് സത്യമല്ലെന്ന് ബോധിക്കുന്നു. സ്വപ്നത്തിലെ ശരീരമല്ല ഞാൻ. സ്വപ്നശരീരത്തെ അറിയുന്ന അറിവാണ്. അതാണ് സ്വപ്നശരീരത്തിലെ തല അറുത്താലും ഞാൻ മരിക്കാത്തത്. അതുപോലെ ഉണർന്നിരിക്കുന്ന ശരീരത്തെയും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന അറിവാണ് അങ്ങ്. ആ ശരീരം നശിച്ചാലും അറിവാകുന്ന അങ്ങേക്ക് നാശമില്ല. ആത്മാവ് ജനനവും മരണവും ഇല്ലാത്തവനാകുന്നു. 5-ാമത്തെ ശ്ലോകം. ഗഡേ ഭിന്നേ യഥാകാശഃ ആകാശസ്യാദ്യഥാ പുരാ ഏവം ദേഹേ മൃതേ ജീവോ ബ്രഹ്മസമ്പദ്ധ്യതേ പുനഃ. എങ്ങും വ്യാപിച്ചിരിക്കുന്ന ആകാശം ഘടമാകുന്ന ഉപാധി നിമിത്തം ഘടാകാശം എന്ന പേരിനെ വഹിക്കുന്നു. ഘടമുടഞ്ഞാൽ ഘടത്തിലെ ആകാശം പുറമേയുള്ള മഹാകാശമായി ഏകീഭവിച്ച് ഒന്നായിത്തീരുന്നില്ലേ? അതുപോലെ ഈ ശരീരം നശിച്ചാൽ ശരീരത്തിലെ ജീവൻ എങ്ങും നിറഞ്ഞ ചൈതന്യമായ ബ്രഹ്മത്തോടുകൂടി ഏകീഭവിച്ച് ഒന്നായിത്തീരുന്നു. ഘടത്തിൻ്റെ അകവും പുറവും ആകാശം വ്യാപിച്ചിരിക്കുന്നതുപോലെ
ശരീരത്തിൻ്റെ അകവും പുറവും വ്യാപിച്ചിരിക്കുന്ന ചൈതന്യമാണ് ബ്രഹ്മം. 6-ാമത്തെ ശ്ലോകം. മനസൃജതി വൈ ദേഹാൻ ഗുണാൻ കർമാണി ചാത്മനഃ തന്മനസൃജതേ മായ തതോ ജീവസ്യ സംസൃതിഃ. ജീവന് ശരീരങ്ങളെയും സത്വം, രജസ്, തമസ് എന്നീ ഗുണങ്ങളെയും കർമ്മങ്ങളെയും സൃഷ്ടിക്കുന്നത് മനസ്സാണ്. മനസ്സിനെ സൃഷ്ടിക്കുന്നത് മായയാണ്. മനസ്സാണ് ജീവന് സംസാരാനുഭവങ്ങളെ ഉണ്ടാക്കുന്നത്. 7-ാമത്തെ ശ്ലോകം. സ്നേഹാധിഷ്ഠാനവർത്യഗ്നി സംയോഗോ യാവതീയതേ തതോ ദീപസ്യ ദീപത്വം ഏവം ദേഹകൃതോ ഭവഃ. വിളക്കിൽ എണ്ണയും തിരിയും നിലനിൽക്കുന്നതുവരെ മാത്രമാണല്ലോ അഗ്നി വിളക്കിൻ്റെ നാളമായി പ്രകാശിക്കുന്നത്. എണ്ണയും തിരിയും തീർന്നു കഴിഞ്ഞാൽ വിളക്കിൻ്റെ നാളം കെട്ട് കാണാൻ സാധിക്കാത്ത അഗ്നിയോടുകൂടി ഏകീഭവിച്ച് ഒന്നായിത്തീരുന്നില്ലേ? അതുപോലെ മനസ്സിൽ സത്വം, രജസ്, തമസ് എന്നീ 3 ഗുണങ്ങൾ നിലനിൽക്കുന്ന കാലത്തോളം ആത്മാവ് ജീവസ്വരൂപേണ പ്രകടമായിത്തീരുന്നു. മനസ്സിൽ നിന്ന് ഈ 3 ഗുണങ്ങൾ നീങ്ങിയാൽ ജീവത്വം ആത്മാവിൽ ലയിച്ച് ഒന്നായിത്തീരുന്നു. 8-ാമത്തെ ശ്ലോകം. ന തത്രാത്മാ സ്വയം ജ്യോതിഃ യോ വ്യക്താവ്യക്തയോ പരഃ ആകാശ ഇവ ചാധാരോ ധ്രുവോനന്തോപമസ്തതഃ. ആത്മാവ് സ്വയം പ്രകാശസ്വരൂപിയാണ്. ആത്മാവ് ആകാശമെന്ന പോലെ സർവത്തിനും ആധാരമായും സ്ഥൂല സൂക്ഷ്മ ശരീരാദികളിൽ നിന്നും വേറിട്ടും വികാരമില്ലാതെയും എങ്ങും നിറഞ്ഞും സ്വയമേവ പ്രകാശിച്ചും കൊണ്ടിരിക്കുന്ന ആത്മാവിന് നാശമില്ല. ആത്മാവിനോട് ഉപമിക്കുവാൻ മറ്റൊരു വസ്തുവുമില്ല. 9-ാമത്തെ ശ്ലോകം. ഏവമാത്മാനമാത്മസ്ഥം ആത്മനൈവാമൃഷപ്രഭോ ബുദ്ധ്യാനുമാനഗർഭിണ്യ വാസുദേവാനുചിന്തയ. ഹേ പ്രഭോ, ആത്മാവ് നാശരഹിതനായിരിക്കയാൽ ദേഹാദി സംഘത്തിലിരിക്കുന്ന സത്യസ്വരൂപനായ ആത്മാവിനെ ശ്രീ വാസുദേവൻ്റെ നിരന്തര ചിന്തയോടുകൂടിയവനായി അനുമാനയുക്തിയോടുകൂടിയ ബുദ്ധി കൊണ്ട് വിചാരം ചെയ്തറിയൂ. 10-ാമത്തെ ശ്ലോകം. ചോദിതോ വിപ്രവാക്യേന നത്വാം ദക്ഷ്യതി തക്ഷകഃ മൃത്യവോ നോപദക്ഷ്യന്തി മൃത്യൂനാം മൃത്യുമീശ്വരം. ബ്രാഹ്മണ ശാപവാക്യത്താൽ പ്രേരിക്കപ്പെടുന്ന തക്ഷകൻ ഒരിക്കലും അങ്ങയെ നശിപ്പിക്കുകയില്ല എന്നുറച്ചുകൊള്ളുക. മരണഹേതുക്കളുടെയും നാശകാരിയായിരിക്കുന്ന ഈശ്വരനെ ആർക്കും നശിപ്പിക്കാൻ കഴിയില്ല. ദേഹവ്യതിരിക്തനായ പരമാത്മാവും ഈശ്വരനും ഒന്നുതന്നെയാകുന്നു. അതിനാൽ അങ്ങ് മൃത്യുവിന് പോലും മൃത്യുവായി തീർന്നിരിക്കുന്നു. 11ഉം 12ഉം ശ്ലോകങ്ങളുടെ അർത്ഥം ഒരുമിച്ച് പറയാം. 11-ാമത്തെ ശ്ലോകം. അഹം ബ്രഹ്മ പരം ധാമ ബ്രഹ്മാഹം പരമം പദം ഏവം സമീക്ഷന്നാത്മാനം ആത്മന്യാതായ നിഷ്കളേ. 12-ാമത്തെ ശ്ലോകം. ദശന്തം തക്ഷകം പാദേ ലേലിഹാനം വിഷാനനൈഃ ന ദ്രക്ഷ്യസി ശരീരം ച വിശ്വം ച പൃഥഗാത്മനഃ. ഞാൻ സർവാധിഷ്ഠാനമായ ബ്രഹ്മമാകുന്നു, സർവോത്കൃഷ്ടസ്ഥാനമായ ബ്രഹ്മം ഞാനാകുന്നു എന്നീ പ്രകാരം ആത്മാവിനെ ബ്രഹ്മത്തിൽ ഉറപ്പിച്ചുകൊണ്ട് അദ്വൈതാനുഭാവത്തോടുകൂടി നോക്കുന്നതായാൽ വിഷം നിറഞ്ഞ മുഖങ്ങൾ കൊണ്ട് പാദത്തിൽ കടിക്കുന്ന തക്ഷകനെന്ന സർപ്പത്തെയോ ശരീരത്തെയോ ലോകത്തെ തന്നെയോ ആത്മാവിൽ നിന്നും ഭിന്നമായിട്ടങ്ങ് കാണുകയില്ല. ഞാൻ ജീവനല്ല ബ്രഹ്മമാകുന്നു എന്നനുഭവപ്പെടുന്നതോടുകൂടി ജീവൻ്റെ ശോകാദികൾ നശിക്കുന്നു. കടിക്കുന്ന തക്ഷകനും കടികൊള്ളുന്ന പരീക്ഷിത്തും ഈ പ്രപഞ്ചവുമെല്ലാം ആത്മാവായ താൻ തന്നെയാണെന്നും തന്നിൽ നിന്ന് വേറെയായി ഇവയ്ക്ക് സത്യത്വമില്ലെന്നും അങ്ങേക്ക് അനുഭവം വരും. 13-ാമത്തെ ശ്ലോകം. ഏതത്തേ കഥിതം താതാ യഥാത്മാ പൃഷ്ടവാൻ നൃപ ഹരേർവിശ്വാത്മാനശ്ചേഷ്ടാം കിം ഭൂയ ശ്രോതുമിച്ഛസി. ഹേ രാജൻ, ശ്രീഹരിയുടെ ഏതൊരു ലീലകളാണോ അങ്ങ് എന്നോട് ചോദിച്ചത് അത് ഞാൻ അങ്ങയോട് പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്ത് കേൾക്കാനാണ് ആഗ്രഹം?